പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ പ്രിയപ്പെട്ട കാത്തുക്കുട്ടിയെയും കേദാർനാഥിനെയും കാണാനായിട്ട് ഒരു വിശിഷ്ട വ്യക്തി ഇപ്പം നമ്മോടൊപ്പം എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മുടെ വോയിസ് ഓഫ് ആദം ഇൻ്റർനാഷണൽ മ്യൂസിക് പ്രൊഡക്ഷൻസിൻ്റെ ഡയറക്ടറും നമ്മുടെ കാത്തുക്കുട്ടിയും കേദാർനാഥും പാടി വളരെയേറെ സൂപ്പർ ഹിറ്റായ ഈശോയും ഞാനും ഒന്നായി ചേരും എന്ന പാട്ടിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച നമ്മുടെ പ്രിയപ്പെട്ട മിസ്റ്റർ അജിത് ബേബിയാണ് നമ്മോടൊപ്പം ഉള്ളത്. വളരെ സ്നേഹപൂർവ്വം മിസ്റ്റർ അജിത്തിനെ സ്വാഗതം ചെയ്യുന്നു. വളരെയേറെ സന്തോഷമുണ്ട് ഇപ്പോൾ ഈ സമയത്ത് നമ്മുടെ കാത്തുക്കുട്ടിയുടെയും കേദാർനാഥിൻ്റെയും ഒപ്പം ആയിരിക്കാനും കുഞ്ഞുങ്ങളുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഒക്കെ ഒരുമിച്ചായിരിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. തിരക്കുകൾക്കിടയിലും ഈ ഒരു സമയത്തിന് വേണ്ടി ഇപ്പോൾ ഞങ്ങളോടൊപ്പം ആയിത്തീരാൻ മനസ്സ് കാണിച്ചതിന് വളരെയേറെ സന്തോഷത്തോടു കൂടി നന്ദി പറയുന്നു. എന്താണ് ഇപ്പോൾ ഈ പുതിയ പാട്ട് റിലീസാവുകയാണല്ലോ, തിരുവോസ്തിയായി. ആ ഗാനം റിലീസാവുമ്പോൾ കുഞ്ഞുങ്ങൾ വളരെയേറെ മനോഹരമായി ഇത് പാടിയിരിക്കുന്നു. വളരെ വലിയൊരു വിജയമാകും ആ ഗാനമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു, അല്ലേ? വളരെ പ്രതീക്ഷയോടെ നമ്മൾ കാത്തിരിക്കുന്നു. അപ്പോൾ എന്താണ് അത് ആ ഗാനത്തെക്കുറിച്ചുള്ള നമ്മുടെ കുഞ്ഞുങ്ങളുടെ പെർഫോമൻസിനെ കുറിച്ചുള്ള ഒരു പ്രതീക്ഷകൾ, മുന്നോട്ടുള്ള ചിന്തകൾ, സ്വപ്നങ്ങൾ, ആ ഗാനത്തെക്കുറിച്ചുള്ള ചിന്താഗതികൾ ഒന്ന് പങ്കുവയ്ക്കാമോ? തീർച്ചയായിട്ടും വളരെ സന്തോഷമാണ് ഇങ്ങനെ ഈ ഒരു അവസരത്തിൽ ഇന്ന് നമ്മുടെ കേദാർനാഥിൻ്റെയും കാത്തുക്കുട്ടിയുടെയും കൂടെ ഇന്ന് ഇവിടെ ആയിരിക്കുക എന്ന് വളരെ സന്തോഷമാണ്. ഇവരെ കാണാമെന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമായിരുന്നു. ഭയങ്കര ആകാംക്ഷയോടെ ഇവർ കാണണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ അതിന്ന് കാണാനായിട്ട് സാധിച്ചു. പിന്നെ അതോടൊപ്പം തന്നെ ഇവർ പാടിയ പാട്ട് ഈശോയും ഞാനും നേരത്തെ നമ്മുടെ മരിയ കോലടി അവർ ടീം പാടിയതാണ്. പക്ഷേ പിള്ളേരിലൂടെ അത് പാട്ട് കേൾക്കണമെന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിൽ പിള്ളേരത് പാടി ഇപ്പം പിള്ളേരിലൂടെ ആ പാട്ട് കുറച്ചും കൂടി വൈറലായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരുപാട് ആളുകളത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം പിള്ളേർ പാടുമ്പോൾ അതിൻ്റെ കുറച്ചും കൂടി ഒരു അഭിഷേകത്താണ് അവർ പാടുന്നത്. അപ്പോൾ അത് ഒരുപാട് പേര് ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ ആ ആഗ്രഹത്തിൻ്റെ വെളിച്ചത്തിലാണ് ഇവർ പിള്ളേരെ കൊണ്ട് പാടിപ്പിച്ച് അത് വളരെയധികം ജനഹൃദയങ്ങൾ സൂപ്പർ ഹിറ്റായ പാട്ടാണ്. പക്ഷെ അതിന് ദൈവത്തിനും പരിശുദ്ധ അമ്മയ്ക്കും ഞാൻ നന്ദി പറയുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, വോയിസ് ഓഫ് ആഡം ഇൻ്റർനാഷണൽ മ്യൂസിക് പ്രൊഡക്ഷനാണ്. ലോകമെമ്പാടും അതിൻ്റെ വർക്കുകൾ പ്രൊഡക്ഷൻസ് നടക്കുന്നുണ്ട്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തിരുവോസ്തിയായി എൻ ജീവനിൽ എന്ന് തുടങ്ങുന്ന മനോഹരമായ ഗാനവും ഇവർ തന്നെയാണ് പാടിയിരിക്കുന്നത്. നമ്മുടെ ചെമ്പേരി നമ്മുടെ ബസിലിക്കയിൽ വെച്ച് വിശുദ്ധ കുർബാന മധ്യേ പാടി പുറത്തിറങ്ങുന്ന ആ പാട്ട് അടുത്ത ദിവസം തന്നെ അത് പുറത്തിറങ്ങുകയാണ്. അതും ഇവരിലൂടെ ജനഹൃദയങ്ങൾ ഏറ്റെടുക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. നമ്മുടെ കുട്ടികൾ പാടിയ തിരുവോസ്തിയായി എന്ന ഗാനം റിലീസാവുകയാണല്ലോ. ഇതുപോലെ തന്നെ വോയിസ് ഓഫ് ആദം ഇൻ്റർനാഷണൽ മ്യൂസിക് പ്രൊഡക്ഷൻസിൻ്റെ മറ്റേതെങ്കിലും ഗാനങ്ങളൊക്കെ ഇപ്പോൾ ഇറങ്ങുന്ന ഗാനങ്ങളെല്ലാം തന്നെ വളരെ വൈറലാവുകയാണ്, എല്ലാം വളരെ സൂപ്പർ ഹിറ്റ് ആവുകയാണ്. ആളുകൾക്ക് ഒരുപാട് അത് ഏറ്റെടുക്കുന്നുണ്ട്, അല്ലേ? പ്രത്യേകമായിട്ടൊരു കേൾക്കുന്നവർക്കൊരു മനസ്സിനൊരു ആനന്ദം, ഒരു പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഒക്കെ കിട്ടുന്ന രീതിയിലാണ് ഗാനങ്ങൾ ഓരോന്നും. അപ്പോൾ ഇനി എന്തെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാൻ, കാത്തിരിക്കാൻ ഉണ്ടോ? ഇനി വരുന്ന വർക്കുകൾ എന്തെങ്കിലും ഉടൻ തന്നെ പുറത്തിറങ്ങാൻ ആവുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇനി ഒരുപാട് പുതിയ വർക്കുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മൾ ചെയ്യുന്നത് കൂടുതലും പുതിയ ഗായകർക്ക് വേണ്ടി അവസരം കൊടുത്തുകൊണ്ട് ചെയ്യുന്നതാണ്. പല ഭാഷകളിൽ പുറത്തിറങ്ങുന്നുണ്ട്. ഇംഗ്ലീഷും മലയാളം, തമിഴ്, കന്നഡ, പല ഡിഫറെൻറ്റ് ലാംഗ്വേജിൽ. പിന്നെ വോയിസ് ഓഫ് ആഡ് ഇൻ്റർനാഷണലാണ് മ്യൂസിക്. ഞാൻ കാനഡയിലാണ്. കാനഡയിൽ നമ്മൾ ഭയങ്കര സപ്പോർട്ടായിട്ട് അതിൻ്റെ പ്രവർത്തനം നടക്കുന്നുണ്ട്. പിന്നെ നമുക്ക് കാനഡിയൻ ഗവൺമെൻറ് നമുക്ക് അംഗീകാരത്തോട് കൂടിയിട്ട് മ്യൂസിക് പ്രൊഡക്ഷൻ റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് വലിയൊരു കാര്യമാണ്. അത് ക്രിസ്ത്യൻ ഡിവോഷണൽ രംഗത്ത് അങ്ങനത്തെ ഒരു കാര്യം ചെയ്ത് കിട്ടുക എന്ന് പറയുന്നത് തന്നെ വലിയ അനുഗ്രഹമാണ്. അപ്പം കാനഡ ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടും കൂടി നമുക്കുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ഇവിടുത്തെ സഭയുടെ സപ്പോർട്ട്, പിന്നെ നമ്മുടെ പിള്ളേരുടെ പാട്ട് തിരുവോസ്തിയ എൻ ജീവനിൽ അവർ വളരെ നല്ല രീതിയിലാണ് പാടിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പിള്ളേരുടെ പുതിയ പാട്ടുകൾ ഒരുപാട് വരുന്നുണ്ട്. പിള്ളേരെ കൊണ്ട് നമ്മൾ കേദാറും കാത്തുക്കുട്ടിയും പാടാൻ പോകുന്ന ഇംഗ്ലീഷ് പാട്ടുകൾ വരുന്നുണ്ട്, തമിഴ് വരുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ആളുകൾ ചോദിക്കുന്നുണ്ട്. അതിപ്പം നമുക്ക് ലോകത്തിന് മുൻപിലെല്ലാം ഇവരുടെ പാട്ടുകൾ കേൾക്കാൻ ആഗ്രഹിച്ച് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിൽ നമ്മുടെ പ്രൊഡക്ഷനിലൂടെ തീർച്ചയായിട്ടും പുറത്തിറങ്ങും. ഒത്തിരി സന്തോഷമാണ്, എന്തായാലും ഒത്തിരി സന്തോഷം. തീർച്ചയായും നമ്മളെല്ലാവരും വളരെ പ്രതീക്ഷയോടെ കൂടി കാത്തിരിക്കുന്നു. കാരണം ഇറങ്ങുന്ന ഓരോ ഗാനങ്ങളും നമ്മൾ പറഞ്ഞ പോലെ തന്നെ എല്ലാം വളരെ നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കുന്ന രീതിയിലാണ് ഓരോ ഗാനങ്ങളും. അത് പ്രത്യേകമായി നമ്മുടെ കാത്തുക്കുട്ടിയും കേദാർനാഥും ആ രീതിയിലാണ് ഇത് പാടി വെച്ചിരിക്കുന്നത്. അതെ 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 ഭയങ്കര ജനങ്ങള് പാട്ട് നമ്മളൊരു പ്രൊഡക്ഷനിൽ മാത്രം ചെയ്യുന്നതല്ല. പക്ഷേ മറ്റുള്ളവർ ഈ ഈശോയുടെ പാട്ട്, പരിശുദ്ധ അമ്മയുടെ പാട്ട് ഇവർ പാടുമ്പോൾ ഒരുപാട് പേർക്ക് അനോയിൻറ്റിങ് ഫീലിംഗ് കിട്ടുന്നുണ്ട്. നമ്മളൊരു വചനം കൊടുക്കുന്ന രീതിയിലാണ്, അല്ലാണ്ട് പാട്ടിറക്കി പ്രൊഡക്ഷൻ നടത്തി പോവല്ല. നേരെ മറിച്ച് പാട്ടിലൂടെ ദൈവവചനം മറ്റുള്ളവർക്ക് കൊടുക്കുകയാണ്. അപ്പം ഇവർ ഒരു അക്രൈസ്തവരായ ഒരു സമൂഹം അങ്ങനെ നോക്കിക്കാണുന്നത് വെച്ചാൽ അങ്ങനെയല്ല നോക്കിക്കാണുന്നത്. ഇവർ ആ ഒരു സമൂഹത്തിൽ നിന്ന് വന്ന് ഈശോയുടെയും പരിശുദ്ധമ്മയും പാട്ടുകൾ പാടുമ്പോൾ നമ്മുടെ ക്രിസ്ത്യൻസായ നമ്മുടെ ആളുകൾ, ജനങ്ങൾ ഭയങ്കര അത്ഭുതത്തോടെയാണ് കാണുന്നത്. അതൊരു അനുഗ്രഹം, ഭയങ്കര ഒരു അനോയിൻറ്റിങ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവുന്നുണ്ട്.
ഇവരുടെ പാട്ടുകൾ അവർക്ക് അഭിഷേകമായി മാറുന്നുണ്ട്. അപ്പോൾ ഇവർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈശോയുടെ മക്കളാണ്, പരിശുദ്ധ അമ്മയുടെ മക്കളാണ്. അത് ഇവർ തൊട്ട് ഈശോയും പരിശുദ്ധ അമ്മയും അനുഗ്രഹിച്ച മക്കളാണ്. അപ്പോൾ അത് ഭയങ്കര ഞാൻ പറഞ്ഞത് ഞങ്ങൾ വർഷങ്ങൾ നമ്മൾ കാനഡയിലൊക്കെ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കാണ് ഈ പ്രൊഡക്ഷനൊക്കെ നടത്തുന്നത്. എന്നാൽ പോലും ഇതൊരു ശക്തി പരിശുദ്ധ അമ്മയുടെ ഈശോയുടെ ഉണ്ട്. അപ്പോൾ ഈ പിള്ളേരും അങ്ങനെ ഒരു ദാനമാണ്, ഈശോയുടെ പരിശുദ്ധ അമ്മയുടെ ദാനമാണ്. അപ്പം കേദാറെ, നമ്മുടെ തിരുവോസ്തിയെ പറ്റി എന്താണ് അഭിപ്രായം? നല്ലതാണോ? നന്നായി പാടി. കേദാർനാഥും കാത്തുക്കുട്ടി നന്നായി പാടി. എല്ലാ പാട്ടും നിങ്ങൾ പാടുന്ന എല്ലാ പാട്ടുകളും മനോഹരമാണ്. പക്ഷേ ഈ പാട്ട് ഒരു ഭയങ്കര ഗിഫ്റ്റഡ് ആയിരിക്കും. ഇതിൻ്റെ ആ കോറസൊക്കെ ജീവൻ്റെ ജീവനാന്നൊക്കെ പറഞ്ഞ് ഭയങ്കര രസമായിട്ട് ഇവർ കാത്തുക്കുട്ടിയും കേദാറും പാടിയിരിക്കുന്നത്. നല്ല എങ്ങനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതെ അല്ലേ? തീർച്ചയായിട്ടും. ആ ജീവൻ്റെ ജീവന ഒരു 2 വാക്കൊന്ന് മൂളാവോ? നമ്മുടെ കോറസ് മൂളാവോ? ജീവന്റെ ജീവനാകും ഈശോയേ, എന്നുള്ളിൽ ഇന്നു വന്നു വാഴണേ. ജീവന്റെ ജീവനാകും ഈശോയേ, ജീവൻ എന്നിലേകണേ. ഒത്തിരി സന്തോഷം. നന്നായിട്ട് ഒത്തിരി സന്തോഷം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. ഒത്തിരി സന്തോഷം. ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും. ഒത്തിരി സന്തോഷം. നന്ദി. നമ്മോടൊപ്പം വിശേഷങ്ങൾ പങ്കുവച്ച നമ്മുടെ വോയിസ് ഓഫ് ആദം ഇൻ്റർനാഷണൽ മ്യൂസിക് പ്രൊഡക്ഷൻസിൻ്റെ ഡയറക്ടർ ബഹുമാനപ്പെട്ട അജിത് ബേബി സാറിന് വളരെ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ അഭിമാനം, നമ്മുടെ നാടിൻ്റെ അഭിമാനമായ നമ്മുടെ കാത്തുക്കുട്ടിയെയും കേദാർനാഥിനെയും വളർത്തിക്കൊണ്ട് വരുന്നതിൽ ഒരു പ്രധാന പങ്കുവയ്ക്കുന്ന വ്യക്തികളാണ് താങ്കളെ പോലെയുള്ളവർ. അപ്പോൾ തീർച്ചയായും താങ്കളുടെ സേവനം വളരെ വളരെ മഹത്വമേറിയതായിട്ട് ഞങ്ങൾ കണക്കാക്കുന്നു. വളരെ നന്ദി. നിങ്ങളാണ് നമ്മുടെ ജനങ്ങളാണ്, നമ്മുടെ സമൂഹമാണ് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത്. അതോടൊപ്പം നമ്മുടെ പ്രൊഡക്ഷൻ എല്ലാം സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും നിങ്ങളാണ് ഇവരെല്ലാം സപ്പോർട്ട് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രൊഡക്ഷനെയും സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ മക്കളുടെ പാട്ടുകളെല്ലാം തന്നെ ഏറ്റെടുക്കുക. അവർ ഏത് ഈശോയുടെ പാട്ട് പാടിയാലും മറ്റ് മധ്യസ്ഥ പാട്ട് പാടിയാലും അതെല്ലാവരും ഏറ്റെടുക്കുക. മനസ്സോടെ ഏറ്റെടുക്കുക. നിങ്ങളെല്ലാവരും ഈശോയും പരിശുദ്ധ അമ്മയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.